ഇതെന്താണ് വല്ലാത്തൊരു വിനയം? അയ്യോ, ഇത് ആക്ടിംഗ് ഒറിജിനൽ ശൈസാറിന്റെ ഫസ്റ്റ് പടത്തിന്റെ ഡയറക്ടർ. എന്തായിരുന്നു എൻ്റെ മറ്റേ പ്രശ്നം? ഞാൻ കോശിയോടൊന്ന് വിളിച്ച് സംസാരിക്കാനിരിക്കുകയായിരുന്നു. അയ്യോ സാർ, അത് എന്തിനാണ് അനാവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ? അല്ല, അതിന് ഞാനല്ല. സിനിമയിലെ ഒരു ചൊല്ലുണ്ട്, ക്ലീഷയാണ്, സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നത്. നമുക്കൊന്ന് തീർക്കണം. ഓക്കെ സാർ. റെഡിയല്ലേ? ഷൈമനെ റെഡിയാണോ? റെഡിയാണ് സാർ. ഷൈമനെ ആക്ഷൻ. നമ്മളെ ഇന്നലെ ഡയലോഗ്സ് നോക്കിയില്ലേ? ഇന്നലെ നോക്കിയതല്ലേ, എനിക്കറിയാം. എപ്പോഴും നോക്കിയ മെക്കാനിക്കലാവും. ഓക്കെ, ഷൈമനെ നന്നായി കേട്ടാ. ചേട്ടാ ഷോർട്ട് അടിയാണേ. ഓക്കെ. അല്ല ഞാൻ വരണോ? വേണോ? എന്തിനാ? ലെവൽ ആക്ടിംഗ് സംശയമാണെങ്കിൽ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പൊ ഞാൻ എന്താ പൊട്ടനാ? പൊട്ടനല്ല, ലോക പൊട്ടൻ. ഷൈമനെ ആക്ഷൻ. മുഹമ്മദ് സഖീർ ആള് ഭയങ്കരനാണെന്നാ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ്. Is it right? ഡേവിഡ് മനെ ഡയലോഗ്. പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ക്ഷൗരം ചെയ്യാനാണ്. ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ്. അതിന് തടസ്സം നിന്നാൽ മുഹമ്മദ് സക്കീർ ഇസ് ഇൻഫ്ലേമബിൾ, ഹൈലി ഇൻഫ്ലേമബിൾ. ചോറിന്റെ ചിക്കന്റെ പ്രശ്നമല്ലേ, ഞാനാ ശരിയാക്കി തരാം. ഞാനീ പറഞ്ഞ പരിപാടി നിങ്ങൾ ഈ സിനിമാക്കാരുടെ ഹൈറാക്കിങ് പരിപാടിയാണ് ആദ്യം പൊളിച്ചു മാറ്റേണ്ടത്. ഞങ്ങൾ നാടകത്തിൽ അങ്ങനത്തെ ഒരു വേർതിരിവൊന്നുമില്ല. അവിടെ എല്ലാവർക്കും ഒരേ ചായ, ഒരേ ഗ്ലാസ്, ഒരേ ഭക്ഷണം. അവിടെ ഹീറോ, ഹീറോയിൻ, സൈഡ് ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നടനില്ലേ മുരളിച്ചേട്ടൻ, ദി ഗ്രേറ്റ് ആക്ടർ, പുള്ളി ഒരു നാടകത്തിന് ബെഞ്ചിങ് തൂക്കിപ്പോണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവരുണ്ട്. പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു നല്ല നടനാവാൻ പറ്റുള്ളൂ, അല്ലേ? നല്ലൊരു നടിയാവാൻ പറ്റുള്ളൂ, നല്ലൊരു നടികരാവാൻ പറ്റുള്ളൂ. ഐ എം ഫോർ ഈക്വാലിറ്റി. ഞാൻ ഈ ഹൈറാർക്കി ഒന്നും നോക്കാറില്ല. അല്ലേ പിന്നെ ഞാൻ ഇവന്റെ കൂടെ ഇങ്ങനെ നടിക്കുവോ? എന്താ ഒഴിച്ചോടാ. പോരട്ടെ, ഉള്ളികളൊക്കെ പോരട്ടെ. ഞാൻ ചോദിച്ചുതരാം, പറഞ്ഞോ. എന്തു പോരട്ടെ? ആ, ഇതിനൊരു കുഴപ്പമുണ്ട്. എന്തോരം അടിച്ചാലുണ്ടല്ല, ഉള്ളിയോളം മാത്രമേ പുറത്തു വരുള്ളൂ. പോരട്ടെ, എല്ലാം പോരട്ടെ. എന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വന്നാൽ നിനക്കത് താങ്ങൂടാ. എന്ത്? നീ ഇന്നലെ എന്താ പറഞ്ഞത്? എനിക്ക് ഡണ്ണിങ് ക്രൂഗറാണെന്നോ? ആ, സ്വന്തം കഴിവുകൾ മനസ്സിലാക്കാത്തവരെ അങ്ങനെയല്ല എല്ലാരും പറയുള്ളൂ. ഇതൊക്കെ പറയാൻ നിനക്കെന്ത് ക്വാളിറ്റി ഉണ്ടടാ? നിനക്ക് സ്വന്തമായിട്ടൊരു പേരുണ്ടോ? നിനക്ക് സ്വന്തമായിട്ടൊരു മെയിൽ വിലാസം ഉണ്ടോ? ഡേവിഡ് പടിക്കലിന്റെ ആക്ടിംഗ് ട്രെയിനർ. വേറെ എന്ത് യോഗ്യത നിനക്കുള്ളത്? എന്നിട്ട് അതും വെച്ചോണ്ട് ആൻ്റെ അടുത്ത് ഒലിപ്പിക്കാൻ പോയിരിക്കുന്നു. ഓ, അപ്പൊ അതാണ്. എനിക്ക് മേൽവിലാസമുണ്ട്. ആ മേൽവിലാസത്തിൽ പുള്ളി വന്നിട്ടുണ്ട്. ചോദിച്ചാൽ മതി, അയാൾ പറഞ്ഞുതരും. നീ അവിടെ വന്നിട്ടില്ലെന്നുള്ളൂ. പിന്നെ നിന്റെ പേരെന്താ? ഡേവിഡ് പടിക്കൽ.
എന്ത് പഠിക്കല്? ആരുടെ പഠിക്കല്? നിന്റെ അച്ഛനാണ് പഠിക്കല്? ഏതെങ്ങാണ്ട് പഠിക്കല് ഇറക്കി വെച്ച് പോയതാണ് ഇവരെ. മാഷിനെയാണ് നീ? മാഷല്ലേ ഇത്? നിൽക്കേണ്ടടുത്ത് നിൽക്കണം. ഞാൻ അന്നേ പറഞ്ഞ ഈ കോളനി സാധനം നമ്മുടെ കൂടെ കൂട്ടണ്ടാന്ന്. എന്താ എവിടെ നീ വെറും ഉള്ളേ? എടോ ഇവൻ തനി ഉള്ളേ. ഒന്ന് പോടാ കോളനി തെണ്ടി. നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചേ? ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ വികാരങ്ങളൊന്നും ഇല്ലെന്ന്. പ്രേമം പണ്ടാരം നിന്റെ പെണ്ണിനെ പ്രേമിക്കാൻ മാത്രം ഞാൻ അത്ര ബോർന്നല്ലടാ. നീ നന്നായിട്ട് അഭിനയിച്ചു കാണാൻ വേണ്ടി ഞാൻ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അറിയാവോ? ഞങ്ങളെ തിരിച്ചുകൾ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കും. ഇനി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടെ നിൽക്കുന്നവന്റെ മനസ്സറിയത്ത മനുഷ്യനാണ്. നിർത്തിയേട്ടാ, മതിയായി, ഞാൻ പോണു. നീ എന്തിട്ടാക്കാൻ പോണു? നീ എന്തുണ്ടാക്കാൻ പോണെന്ന്? നിന്റെ ഈ സ്റ്റാഡോ, ഈ സ്റ്റാഡം കൊണ്ട് ഒന്നും കിട്ടാൻ പോണില്ല കേട്ടോ. അതിനൊക്കെ അപ്പുറത്തൊരു നീ ഉണ്ട്, ആർക്കും വേണ്ടാത്ത, ഇവരാരും സ്നേഹം കിട്ടാത്തൊരു നീ, ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത നീ. നീ സൂക്ഷിച്ചോടാ. ഞാനൊന്നും ഇയാള് പോടോ. വാപ്പിക്കെ പോ. നീ വണ്ടി എടുക്കടാ. നിന്റെ ചെവി അടിച്ചു പോയ വണ്ടി എടുക്കണം. പറ ഡേവിഡ് സാറേ, ഈ ബൂർഷകളായിട്ട് വല്ല സമ്പർക്കം പാടുന്ന എൻ്റെ അപ്പച്ചനടുത്ത് പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് എല്ലാ കാര്യത്തിനും ഞാൻ കട്ടക്ക് നിന്നത് നിങ്ങൾ എൻ്റെ ആർക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. വാലെങ്ങനെയുണ്ടടാ? ഉത്തമനാണ്. നമുക്ക് കുറച്ചു നേരം തുറന്നിട്ട് പോവാം. ശരി കേട്ടോ. അത് നോക്കണ്ട, സംഭവം നമുക്കൊരു ജഡ്ജ്മെന്റ് ഒക്കെ ഇല്ലേ? ഉണ്ടോ? ആ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ചേട്ടാ ഈ സിനിമയൊക്കെ പൊട്ടിപ്പോയത്? നമ്മൾ ഹിറ്റാൻ വേണ്ടിയല്ല എല്ലാ സിനിമയും ചെയ്യുന്നത്. ഏയ്, ചില സമയം അങ്ങനെയാണ്. ഇല്ലാത്തതും വേണ്ടാത്തതും ഒക്കെ കാണുക. ആ സമയം നമുക്ക് വിശ്വാസമുള്ള ഒരാളോട് ഒരു അഭിപ്രായം ചോദിക്കുക, അത് കേൾക്കുക, അത് കേട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ല വേണ്ടെന്ന് വെച്ചാൽ വിട്ടുകളയുക. അൾട്ടിമേറ്റ്ലി ഞാനിനി എന്താ ചേട്ടാ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞതാ. എനിക്കൊരു ഹിറ്റ് താ. അതെ, എനിക്കൊരു 5 മിനിറ്റ് താ. ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള മൂഡിലാണ്. എന്താണ് ഉദ്ദേശിച്ചത്? അന്ന് ഞാൻ വെള്ളപ്പുറത്ത് അത് അറിയാണ്ട് പറ്റിപ്പോയതാ. ഒന്ന് പൊയ്ക്കണ്ടോ. അതല്ലടാ, നിനക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ചേട്ടൊന്നും വിട്ടേ. ശരി, എൻ്റെ അടുത്ത് നീ അത് വിട്ടുകളാ ട്ടാ. ചേട്ടാ, നമ്മളെന്തായാലും ഒരു അനുരഞ്ജനത്തിനൊക്കെ പോണല്ലേ? എങ്ങനെയാണ് കൈ വീശിലുള്ളത്? ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിക്കണ്ടേ? മൂപ്പർക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാടാ? നമുക്ക് വെറൈറ്റി ആയിട്ട് ചേട്ടാ സ്ഥിര സാധനം പിടിക്കാന്നേ. എന്ത്? കേക്ക്. പറ കേക്കട്ടെ. നല്ല ചീഞ്ഞ ഫ്രഷ് സാധനം ഒന്ന് പോയിക്കണ്ടോ. എന്താണ് വല്ല കോമഡി പടത്തിലേക്ക് തിരിയാനുള്ള മൂളാണോ? ആ നോക്കട്ടെ. എന്നാ കൊള്ളാം. എടാ, എന്ത് ഫ്ലേവർ മേടിക്കണോ? എന്ത് കേക്ക്? ആ ചേട്ടാ പറഞ്ഞോ, ഞാൻ കേക്ക് പറയണ. നമുക്ക് പീറ്ററോട് ചോദിക്കാം. പീറ്ററാ? ഏത് പീറ്റർ? ഹേ ശരി, കോൾ പീറ്റർ കോഴ്സാർ അസ്റ്റ്. ആ ഓക്കെ. പൈനാപ്പിൾ കേക്ക് മതി. പൈനാപ്പിൾ കേക്ക് ഉണ്ടോ? ഉണ്ട് സർ. ഉണ്ടോ? ഇതൊക്കെ ആരെങ്കിലും വാങ്ങാറുണ്ടോ? ഡേവിഡ് സാർ അല്ലേ? ഒരു പൈനാപ്പിൾ കേക്ക്. ഓക്കെ സർ.